ഞാൻ ഈ അടുത്തൊരു ടിക്ടോക്ക് ചെയ്തു കേട്ടോ. വളരെ എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തത്. അത് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സിനിമയായിട്ട് ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം എന്ന് പറയുന്നതിലായിരുന്നു. അതിൽ നഗ്മ നമ്മുടെ ലളിതാൻ്റിയോടും ബിന്ദു പണിക്കർ ചേച്ചിയോടും കലാരഞ്ജിനി ചേച്ചിയോടും കൂടി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ആർ യു സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്. വളരെ വളരെ രസകരമായിട്ടുള്ള ഒരുപാട് മുഹൂർത്തങ്ങളുള്ള ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം എന്ന് പറയുന്ന ഈ സിനിമ 1998 റിലീസായത്. നമുക്കറിയാം രാജസേനൻ സാറാണ് ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒറിജിനൽ വേർഷൻ എന്ന് പറയുന്നത് 1967 കെ ബാലചന്ദർ എന്ന് പറയുന്ന ഡയറക്ടർ ഭാമാ വിജയം എന്ന് പറയുന്ന തമിഴ് കോമഡി ആയിട്ട് ചെയ്തതാണ്. പിന്നെ അതിൻ്റെ റൈറ്റ്സ് എല്ലാം വാങ്ങിയിട്ട് അതിനെ നമ്മുടെ മലയാളത്തിലേക്ക് ആക്കുകയായിരുന്നു. ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം എന്ന് പറഞ്ഞ സിനിമ കെ ബാലചന്ദ്രൻ്റെ ഭാമാ വിജയം എന്ന സിനിമയുടെ റീമേക്കാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു ഡയറക്ടറാണ് കെ ബാലചന്ദ്രൻ. ഇപ്പോൾ ഈ അനിയംബാവ ചേട്ടൻബാവയുടെ പ്രൊഡ്യൂസേഴ്സാണ് ഇത് നിർമ്മിക്കുന്നത്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞത് അനിയംബാവ ചേട്ടൻബാവ പോലെ തന്നെ കോമഡി ഉള്ളൊരു പടം, പക്ഷേ എന്തെങ്കിലും പ്രത്യേകത അതിനകത്ത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ഭാമാ വിജയം റീമേക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടു നടക്കുന്ന ഒരാളാണ്. കുറേ കാലം കൊണ്ട് എൻ്റെ കയ്യിൽ അതിൻ്റെ ഒരു കാസറ്റുണ്ട്. ഞാൻ ഇവരെ ഇത് കാണിച്ചപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. സത്യത്തിൽ നഗ്മയെ കമ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ഇതിൻ്റെ ഒരു എഴുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരാളിൻ്റെ ഒരു ഇമേജ് കിട്ടിയതിന് ശേഷം വേണം ഇത് വർക്ക് ചെയ്യാൻ. കാരണം സാധാരണ നടനെ വെച്ച് സിനിമ കൺസീവ് ചെയ്യാറുണ്ട്, ഇതിപ്പോൾ നടിയെ വെച്ചാൽ കൺസീവ് ചെയ്യേണ്ടത്. ഇതിലെ നായികയായിട്ട് ഒരു സൗത്ത് ഇന്ത്യയിലെ ടോപ്പ് സ്റ്റാർ തന്നെ വരണം, ആദ്യം തീരുമാനിച്ചതാണ്. അങ്ങനെയാണ് നഗ്മയിലേക്ക് പോകുന്നത്. അപ്പോൾ നഗ്മയിലേക്ക് പോകാൻ ഒരു വഴി തെളിഞ്ഞത് ഇതിൻ്റെ വിതരണക്കാരനായ കാവ്യചന്ദ്രിക അസീസ്, എറണാകുളത്തുള്ള അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടാണ് മുകേഷും സരിതയും. അപ്പോൾ സരിതയാണ് നഗ്മയ്ക്ക് തമിഴിലും തെലുങ്കിലൊക്കെ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ സരിതയെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ സരിത പറഞ്ഞു, അയ്യോ സൂപ്പർ റോളല്ലേ, അത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചെന്നൈ ചെന്ന് നഗ്മയെ കണ്ട് സംസാരിച്ചു. കഥ അവർക്ക് ഇഷ്ടമായി, എഗ്രിമെൻ്റ് ചെയ്തു, തിരിച്ചു പോന്നു. ഒരു മത്സരം വാസ്തവത്തിൽ ഇവരുടെ സീക്വൻസുകൾ തമ്മിൽ ഉണ്ടായിരുന്നു. കാരണം എല്ലാവർക്കും അറിയാം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സീക്വൻസ്. ഞങ്ങൾ അങ്ങനെ ഒരു ഓർഡറിലാണ് അത് ഷൂട്ട് ചെയ്തത്. അത് ഒരു ദിവസം രാവിലെ ഇന്നസെൻറ്റും ലളിത ചേച്ചിയാണ് വരുന്നതെങ്കിൽ നെക്സ്റ്റ് ഡേ കൊച്ചിൻ എനീഫയും കലാരഞ്ജിനിയും വരും, അതിൻ്റെ പിറ്റേ ദിവസം അമ്പിളിച്ചേട്ടൻ വരും. അപ്പോൾ അങ്ങനെയാണ് ഈ സീക്വൻസ് ഷൂട്ട് ചെയ്തത് തന്നെ. അക്കാര്യത്തിൽ എന്നെയും കൗസൂരിയും കണ്ടു പഠിക്കണം. ആ കോർക്കിൻ്റെ സീക്വൻസ് ആക്ച്വലി ഞാനത് കടമെടുത്തതാണ്. അതായത് ചാർലി ചാപ്ലിൻ്റെ ഒരു സിനിമയിൽ ഇതിൻ്റെ ഒരു ചെറിയ അംശമുണ്ട്. അതായത് ഈ കോർക്ക് പോലത്തെ ഒരു സംഭവം തന്നെ ഫുഡ് കഴിക്കുന്നതിനിടയ്ക്ക് ഒരു പ്ലേറ്റിൽ വീണിട്ട് അത് തെറിച്ച് വേറൊരു പ്ലേറ്റിൽ പോയി വീണ്, അങ്ങനെ ഒരു ചെറിയ സീക്വൻസ് ഉണ്ട്. അതിനെ നമ്മുടെ അടുത്ത് അങ്ങ് ഒലിപ്പിച്ചതാണ്. അതിനെ വാസ്തവത്തിൽ കോർക്ക് ആ ഫുഡ് കഴിക്കുന്നിടത്ത് തീരുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ വയറ്റിനകത്ത് ഈ സാധനം ലാസ്റ്റ് വരെ ഉണ്ടെന്നുള്ളതാണ്. ലാസ്റ്റിലാണ് ഇദ്ദേഹം ഓടി വന്നിട്ട് പറയുന്നുണ്ട് അത് പോയിന്ന്. അപ്പോൾ ആ കോർക്ക് വാസ്തവത്തിൽ കടം കൊണ്ടൊരു സീക്വൻസാണ്. പക്ഷെ അത് നന്നായിട്ട് പൊട്ടി ചിരിപ്പിച്ച ഒരു സീക്വൻസാണ്. സിനിമ വാസ്തവത്തിൽ ആ സമയത്തൊരു ആവറേജ് പോയി എന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം നായകനില്ലാത്തൊരു സിനിമയാണ്. നായകൻ എന്നൊരു കോൺസെപ്റ്റ് അതിനകത്ത് ഇല്ല. അപ്പോഴൊക്കെ നായകൻ്റെ പേരിൽ മാത്രം ഓടുന്ന സിനിമകളാണ്. പക്ഷെ സിനിമ ടെലിവിഷനിൽ വന്നതോടുകൂടി കയറി അങ്ങ് ഭയങ്കര ഹിറ്റായി. എൻ്റെ ഹിറ്റ് പടങ്ങളുടെ ലിസ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലിസ്റ്റിലുള്ളതാണ് ഈ സിനിമ. അതിൻ്റെ ഒരു ക്രെഡിറ്റ് തീർച്ചയായിട്ടും ആ കോൺസെപ്റ്റ് തന്ന കെ ബാലചന്ദ്ര സാറിന് തന്നെയാണ്. കാരണം നമ്മളെ അങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ സിനിമയാണ്.